കുമാരന്മാരെ കുമാരികളെ, വൃദ്ധന്മാരെ വൃദ്ധകളെ, യുവതീ യുവാക്കളെ, നാളെ 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 കൃത്യം 10 മണിക്ക് ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് പട്ടണത്തിന്റെ സൗന്ദര്യം കരകവിഞ്ഞൊഴുകുന്ന ഒരു ബ്യൂട്ടി പാർലർ ആരംഭിക്കുകയാണ്. പുലോക സുന്ദരി ബ്യൂട്ടി പാർലർ. 90 വയസ്സു കഴിഞ്ഞ പടുവൃദ്ധയെ വെറും 1.5 മണിക്കൂർ കൊണ്ട് മധുര 17കാരിയാക്കി മാറ്റുന്ന പുലോക സുന്ദരി ബ്യൂട്ടി പാർലർ. പുലോക സുന്ദരി ബ്യൂട്ടി പാർലർ. നാളെയാണ് ഗ്രാമത്തിന്റെ കവലയിൽ പട്ടണത്തിന്റെ പരിഷ്കാരം പോലെ ചൊറിയും ചിരങ്ങും പരത്തുന്ന ബാർബർ ഷാപ്പുകളെ ഉപേക്ഷിച്ച് നാളെ മുതൽ അവന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും. അയാൾ എന്ത് വേണോ വിളിച്ച് പറഞ്ഞോട്ടെ. അച്ഛൻ വെറുതെ വഴക്കൊന്നും പോകണ്ട. സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവരല്ല, ഇവിടെ വരുള്ളൂ. അല്ലേ ദിവാര? അവിടെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം. അതെ, നമ്മുടെ നാട്ടിലെ പുതിയ സ്ഥാപനമല്ലേ, അവിടെ നമ്മുടെ സഹകരണം വേണമല്ലോ. എന്തോ തല ഇങ്ങോട്ട് തിരിച്ചു വെക്കാൻ ദിവാറിനോട് എത്ര പ്രാവശ്യം പറയണം. കാശ് തരുന്ന അടുത്ത ആഴ്ചയാണെങ്കിൽ ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും പരീക്ഷണം നടത്തുന്നവർക്ക് തല കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇതല്ല ആധുനിക സൗന്ദര്യ ശാസ്ത്രത്തിന്റെ സംഭാവനകളായ ഫേഷ്യലിംഗ്, ബ്ലീച്ചിംഗ്, വൈറ്റ് വാഷിംഗ്, പെഡിക്യൂർ, മാനിക്യൂർ, ചൊറിക്യൂർ, കഡിക്യൂർ എന്നിവയ്ക്ക് പുറമെ ഈ 6 ജപ്പാന്റെ സ്വന്തം കണ്ടുപിടുത്തമായ കമ്പ്യൂട്ടർ കട്ടിംഗ് ഭൂലോക സുന്ദരിയിൽ സുസാധ്യമാണ്. ഞങ്ങളുടെ ഇലക്ട്രോണിക് ഷേവിംഗ് വിശ്വപ്രസിദ്ധമാണ്. ഭൂലോക സുന്ദരി ബ്യൂട്ടി പാർലർ. വിസിറ്റ് ഭൂലോക സുന്ദരി ബ്യൂട്ടി പാർലർ. വിസിറ്റ് ഭൂലോക സുന്ദരി ബ്യൂട്ടി പാർലർ. വരൂ വരൂ വരൂ, കടന്നു വരൂ ഭൂലോക സുന്ദരി ആ ബ്യൂട്ടി പാർലർ. രജനീകാന്ത് നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. വരുത്തും ഷുവർ. രജനീകാന്ത് നാളെ വരുന്നു. സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ഗുണശേഖരം ചെയ്തത് ശരിയല്ല. പന്തയായിട്ട് തന്നെ ഇരിക്കണം. അല്ലാതെ പപ്പുവിന് പാര വെക്കാനായി ഇതുപോലെ ബ്യൂട്ടി പാർലർ തുടങ്ങരുത്. നിങ്ങൾ എന്തായി പറയുന്നത്? പപ്പുവിന് ബാർബർ ഷാപ്പ് ഉണ്ടെന്ന് കരുതി എനിക്ക് വേറെ കടം തുടങ്ങാൻ പാടുന്നോ? ഇത് എവിടത്തെ നിയമോ? അല്ലേലും വാസു പപ്പുവിന്റെ പക്ഷമാ. നിങ്ങളെല്ലാം ഒരേ ജാതിക്കാരാണല്ലോ. ജാതിയല്ല ഇവിടെ പ്രശ്നം. പാവം പപ്പു ആ ബാർബർ ഷാപ്പ് കൊണ്ട് ജീവിക്കുന്നവനാ. അവനെ തകർക്കാൻ ശ്രമിക്കരുത്. വാസു പറയുന്ന കാര്യ. നിങ്ങൾ എല്ലാരും കൂടി നാടിന്റെ സ്വസ്ഥത നശിപ്പിക്കാനാ ഭാവമെങ്കിൽ ഞങ്ങൾ ഒന്നെല്ലാം അടിച്ചു പൊളിച്ചു കളയും. അടിച്ചു പൊളിക്കാനെങ്കിൽ വാ. അപ്പൊ ഊരെ പറയും. ഈ ജാതിക്കാരെല്ലാം കൂടെ ഒന്നിച്ച് സംഘടിച്ചാലും ഞങ്ങളൊരു ചുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ നോക്കട്ടെ. കേട്ടോ, ഞാൻ പപ്പുവിനെ തകർക്കാൻ വേണ്ടി തന്നെ ഈ പുതിയ പ്രസ്ഥാനം തുടങ്ങുന്നത്. പപ്പുവിന് താളം പിടിക്കുന്നവരെല്ലാരും കൂടി എനിക്കെതിരെ എന്തെങ്കിലും ഒലത്താക്കി ഒലത്തിക്കോടാ. അപ്പൊ കാണാം. കാണാം. മണി 10 കഴിഞ്ഞല്ലോ. ഇതുവരെ സിനിമ താരത്തിയില്ലല്ലോ. ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് രജനീകാന്ത് കൃത്യസമയത്ത് തന്നെ എത്തണമല്ലോ. സത്യം പറ, മിസ്റ്റർ രജനീകാന്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോന്നോ? ഇതെന്ത് ചോദ്യം? നമ്മളെ സിനിമയിൽ എപ്പോഴും കാണുന്നതല്ലേ. സിനിമയില്ല. എന്നിട്ടാണോ മിസ്റ്റർ രജനീകാന്ത് ഉദ്ഘാടനം ചെയ്യുന്ന താൻ മൈക്കിൽ കൂടെ പുളുത്തിയത്? സത്യം ഞാൻ പറയാം. കോടാമ്പക്കത്തെ സിനിമാ സ്റ്റുഡിയോയുടെ മുമ്പിൽ ആക്രി കച്ചവടം നടത്തുന്ന കുറവലങ്ങാട്ടുകാര കുഞ്ഞപ്പൻ എന്നൊരാളുണ്ട്. അവന്റെ സ്നേഹിതന്റെ അമ്മാവന്റെ മൂത്ത മരുമകന്റെ മകനാണ് കൊണ്ടുവരാൻ നേട്ടത്. വരാതിരിക്കില്ല. ഈശ്വര, അപ്പൊ അടി ഉറപ്പായി. ഓപ്പണിംഗും ക്ലോസിംഗ് ഇന്ന് തന്നെയാവോ മുതലാളി? ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജനീകാന്തിന് ഞാൻ കൊണ്ടുവരുമായിരുന്നു. രജനീകാന്തിന്റെ വാൾപോസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് കൊണ്ടുവരാൻ സമയമാകുമ്പോൾ ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യാൻ മുതലാളി, ഭൂലോക സുന്ദരിയെ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ രജനീകാന്ത്. നമ്മുടെ പ്രിയങ്കരനായ സിനിമാ താരം രജനീകാന്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കാറിൽ നിന്ന് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ജനങ്ങളൊന്ന് മാറി നിൽക്കണം. എല്ലാവരും ഒതുങ്ങി കൊടുക്കണം. എല്ലാരും ഒന്ന് മാറിക്കൊടുക്കണം. அன்புடைய அரசுக்கு பெருமக்களே வணக்கம். முதல்ல யாரோ வீமில கை வச்சு சின்ன கொடுத்தால் பல பேர்ல ஒண்ணு அடுப்பு. டே மாணிக்கோ, இது போறக்கண்ணா என்கிட்ட இருந்து 100 வளம் வாங்கினா 100 வளம் வாங்கின மாதிரி. ഇത് നമ്മുടെ വളക്കച്ചവടക്കാരൻ ഭാർഗവനല്ലേ? அமைதி அமைதி. ഇവിടെ എന്താ പ്രശ്നവും? പുറകിലേക്ക് പറിക്കോ. എല്ലാവരും ഒന്ന് ശാന്തരാവണം. രജനീകാന്ത് ഷൂട്ടിങ്ങിന്റെ തിരക്കായതുകൊണ്ട് അദ്ദേഹം ജൂനിയർ രജനീകാന്തിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് അഗതികളുടെ രജനീകാന്ത് എന്നാണ്. അതുകൊണ്ട് മിസ്റ്റർ അഗതികാന്താണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. സംഭാവന സഹകരിക്കണമെന്ന് വിനീത
അക്രമാസക്തരാകരുത് പ്ലീസ്. എന്റെ പൊന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളോട് സമാധാനിപ്പിക്കും. പ്രിയമുള്ളവരെ, ഈ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് പിതാവെന്ന പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇത് നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ ഐസ്ക്രീം പാർലറാണ്. ഐസ്ക്രീം അല്ല, ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലമെന്റ് ആണ്. ഇതിനെ വിജയിപ്പിക്കണം. മാത്രമല്ല അടുത്ത ഇലക്ഷനിൽ എന്നെയും വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജയ് ഹിന്ദ്. ഈ സ്നേഹപ്രകടനം ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മുടെ ഗ്രാമപിതാവിന്റെ തല കമ്പ്യൂട്ടർ കട്ടിംഗ് നടത്തിക്കൊണ്ട് ഭൂലോക സുന്ദരിയുടെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഇരിക്കണം സാർ. മുടിയുടെ നീളം അരയിഞ്ച് കുറഞ്ഞാൽ മതിയോ? ധാരാളം. ഈ ഇലക്ട്രോണിക് ഹൈ പവർ ഹെയർ റിമൂവർ 1/2 മിനിറ്റ് നേരം തലയിൽ വെച്ചാൽ 1/2 ഇഞ്ച് നീളം കുറഞ്ഞു കിട്ടും. 1 മിനിറ്റ് നേരം വെച്ചാൽ 1 ഇഞ്ച് നീളം കുറയും. വല്ല ഷോക്ക് പഠിക്കോടോ? ഇല്ല, ഇത് റഷ്യൻ കൊളാബറേഷൻ ആണ് സാർ. ചെറിയൊരു തരിപ്പേ ഉണ്ടാവൂ, ഉറുമ്പ് നക്കുന്ന പോലെ. ഇത് വെച്ച് മുടി വെട്ടിയ പലരുടെ മനോരോഗങ്ങൾ മാറിയിട്ടുണ്ട്, ചിലർക്ക് വന്നിട്ടുണ്ട്. അയ്യോ, എങ്കിൽ ഞാൻ വൈസ് പ്രസിഡന്റിനെ പറഞ്ഞൂടാ. അയ്യോ, ഇങ്ങനെ പേടിച്ചാലോ സാർ? 1/2 മിനിറ്റ് അല്ലേ വേണ്ടു? ഈ തടിക്കഷ്ണം സാർ കടിച്ചു പിടിച്ചോളൂ. ഹൈ പവർ വെക്കാൻ പോവാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. ജപ്പാൻജി, കൊല്ലുന്നേ എടാ, അടിച്ചു പൊളിക്കടാ. ഉദ്ഘാടനം വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായി അല്ലേ? പാട്ടികളെ ഞാനൊന്ന് പറയട്ടെ മോനെ. വേണ്ട, ആരും ഒന്നും പറയണ്ട. നിങ്ങൾ എല്ലാരും കൂടി എന്നെ നശിപ്പിച്ചത്. ആ പപ്പുവിന്റെ മുമ്പിൽ എനിക്ക് തലമുക്കി നടക്കാൻ പറ്റുമോ? ഇനി അതുകൊണ്ട് ഇപ്പൊ താഴെ നോക്കി തട്ടി വീഴാതെ നടക്കാൻ പറ്റുമല്ലോ. എല്ലാ കുഴപ്പത്തിനും കാരണം ഈ താടി കോമരമാണ്. അഗതി കാന്തും പിന്നും വളക്കച്ചവടക്കാരനും നിന്റെ മുന്നാവും. എടാ രാജപ്പ, നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. രാജപ്പനോ? ആറേ ജപ്പാൻ എന്നത് ഏത് തെണ്ടി ചേർത്ത് വായിച്ചാലും രാജപ്പൻ എന്ന് വായിക്കാം. എന്നെ നിർത്ത്. ആ സംഭവത്തിന് ശേഷം ആ പാവം പഞ്ചായത്ത് പ്രസിഡന്റ് തലയ്ക്ക് ഒഴിവില്ലാതെ പിച്ചും പേയും പറഞ്ഞു നടക്കാം. എന്റെ ഈശ്വര, ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഉടനെ നടത്തേണ്ടി വരുമല്ലോ. ഒരു പഞ്ചായത്തിലെ ഗ്രാമപിതാവിന്റെ തലയ്ക്ക് ഷോക്ക് കൊടുത്ത് ഭ്രാന്തനാക്കി മാറ്റിയ തായ് ഏത് ബ്യൂട്ടീഷ്യനാണോ? ശവത്തിൽ കുത്തല്ലേ സാബ്, വോൾട്ടേജ് അല്പം കൂടി പോയതാണ് പ്രശ്നം. മുതലാളി, എനിക്കൊരവസരം കൂടി തരണം. ഈശ്വര, ഇനി ആരുടെ തലകരിക്കാനാ? കമ്പ്യൂട്ടർ കട്ടി ഞാൻ നിർത്തി. അതാ നല്ലത്. വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കി വെക്കരുത്. മുതലാളിയുടെ പണം എന്ന് പറഞ്ഞാൽ എന്റെ കൂടി പണമാ. മനസ്സിലായോ എനിക്ക്? ഞാൻ ഞൂലിനും പത്തി വെച്ച് തുടങ്ങി. മുതലാളിയുടെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് ഒരു അവസരം കൂടി തരണം. ഞാൻ താഴേക്കിടയിലേക്ക് ഇറങ്ങി വരാൻ തയ്യാർ. മനസ്സിലായില്ല. എനിക്ക് ഒരാഴ്ചത്തെ ട്രെയിനിങ്ങുള്ള കാശ് സമയവും തരണം. പപ്പുവിന്റെ കടയിൽ കസ്റ്റമേഴ്സിനെ കിട്ടാതെ അവന്റെ കട അടച്ചു പൂട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനുള്ള വിദ്യ എന്റെ ഉണ്ട്. താൻ എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയടോ. ഒന്നിങ്ങോട്ട് വന്നേ. ഒന്ന് മാറി നിൽക്കണോ? പറയട്ടോ, ഒന്ന് മാറി നിൽക്കണോ. അത് കൊള്ളാം. എത്ര പണം ഇനി നഷ്ടം വന്നാലും ശരി, ആ പപ്പുനെ തറ പറ്റിക്കണം. എന്ത്? അച്ഛൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ? വേണ്ട, നീ ഒറ്റൊരുത്തി കാരണം ഞാൻ ഈ പുതിയ അവതാരങ്ങളൊക്കെ എടുക്കേണ്ടി വന്നത്. എടുത്തോളൂ. ദശാവതാരം മുഴുവൻ എടുത്ത് കഴിയുമ്പോഴേക്കും കുടുംബം വെണ്ണീറാവാതിരുന്നാ മതി. എടേ, ഞാൻ തെണ്ടി കുത്തുവാള എടുക്കേണ്ടി വന്നാലും ശരി, അവനെ ഒരു പാഠം പഠിപ്പിച്ച് കിടക്കും. ഒരിക്കൽ കുത്തുവാളി എടുത്ത് വന്നപ്പോൾ സഹായിച്ച ആ മനുഷ്യരോട് തന്നെ ഇപ്പൊ മത്സരിക്കുന്നത്. ആവശ്യമില്ലാത്ത ഈ വാശിയും വൈരാഗ്യവും അച്ഛനൊന്ന് അവസാനിപ്പിച്ചുകൂടെ? അമ്മയുടെയും മോളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അത് ഒരിക്കലും നടക്കാൻ പോണില്ല. നിന്നെ വേറെ ആമ്പിള്ളേരും ഒന്ന് താലി കെട്ടും. അത് ശരിയാ, പക്ഷെ താലി കെട്ടുന്നതേ എന്റെ ശവത്തിലായിരിക്കും. വരൂ വരൂ വരൂ, സൗജന്യ പടിവാരം, സൗജന്യ പടിവാരം, സൗജന്യ പടിവാരം.
ഹായ്, എന്തൊരു സ്മൂത്ത് ഷേവിംഗ്. ആരും തിരക്കൂട്ടരുത്, എല്ലാവരെയും സൗജന്യമായി വടിച്ചു തരുന്നതാണ്. ഈ സൗജന്യം ഒരാഴ്ചത്തേക്ക് മാത്രം. അത് കഴിഞ്ഞാൽ ഒരു നെറുക്കെടുപ്പുണ്ട്. 1ാം സമ്മാനം ഫ്രിഡ്ജ്, 2ാം സമ്മാനം പ്രഷർ കുക്കർ, 3ാം സമ്മാനം റൈസ് കുക്കർ. അത് കഴിഞ്ഞിട്ട് കയറിയാൽ മതി കേട്ടോ. കടന്നു വരൂ വീടരുതേ. വരൂ വരൂ, Please, sometime wait. സൗജന്യ I'm പടിവാരം, sorry. സൗജന്യ Yes, പടിവാരം, yes. സൗജന്യ Yes, yes. പടിവാരം. അത് നമ്മുടെ ഭാസ്കരനല്ലേ? സൗജന്യം എന്ന് കേട്ടപ്പോ നമ്മുടെ സ്ഥിരം തലകൾ വരെ അങ്ങോട്ട് പോയി. ഇത്രയും നേരമായിട്ട് ഒരു ഷേവിങ് പോലും കിട്ടിയിട്ടില്ല. എടാ തങ്കപ്പാ, എന്താ ഒരുപാട് വളർന്നല്ലോ, വെട്ടണ്ടേ? വെട്ടാൻ വന്നതാ. ഒരാഴ്ചയോടെ സൗജന്യമാണെന്ന് കേട്ടു. ഞാനൊന്ന് പോയി നോക്കട്ടെ. അച്ഛാ, നമുക്കൊരു സൗജന്യ വാരം നടത്തിയല്ലോ. അവന്റെ കൈ പണമുണ്ട്, എന്ത് വേണമെങ്കിലും കാണിക്കാം. നമ്മളൊന്നും വാങ്ങാതെ ഒരാഴ്ച ജോലി ചെയ്താൽ നിന്റെ അമ്മയ്ക്കെങ്കിലും ഇത്തിരി കഞ്ഞി കൊടുക്കണ്ടേ? ഒരാഴ്ചനെ തുറന്നിട്ട് കാര്യമില്ല, നീ പലകയുടെ. മുതലാളി, സഹോദര, സലൂൺ ക്ലോസ്ഡ്. അഭിനന്ദനങ്ങൾ. ഇനി അത് തുറക്കാതിരിക്കാന്നുള്ളത് നിന്റെ ചുമതലയാ. അതിന് താക്കോൽ അവരുടെ അതല്ലടാ. അതിന് ഒരിക്കലും തുറക്കില്ല മുതലാളി.